ഓക്കെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു അല്ലെ, ബിക്കോസ് ഓഫ് ലവ് ഫെയിലിയർ. അതിനെ പറ്റിയിട്ട് എന്താ പറയാ? ആളെ എത്രയാ ഹേർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ടൈമിലുള്ള ഡിപ്രഷനും ലവ് കാര്യങ്ങളും ഫെയിലിയറിൽ സൂയിസൈഡ് ചെയ്യുന്നതിനെ കൊണ്ട് എന്താ കാര്യം? കാര്യം ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ലവേഴ്സ് ഉണ്ടാവുമ്പോൾ ലവേഴ്സ് അഥവാ തേച്ച് കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യുന്നതിനെ പറ്റി എന്താ പറയുന്നത്? അതൊരു കാര്യമില്ല അങ്ങനെ ചെയ്യണേ കൊണ്ട്. എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ എന്താ പറയാ? തികച്ചും മണ്ടത്തരമാണ് ഞാൻ പറയുന്നത്. പണ്ടത്തരല്ലേ? പിന്നെ ഉറപ്പായിട്ട് ഷുവറായിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക? ചിലപ്പോ അയാൾക്കിട്ട് ഒരു പണി കൊടുക്കാന്നുള്ള ഒരു ഇതിനായിരിക്കാം. കാരണം ആ പെൺകൊച്ച് മരിച്ചു കഴിഞ്ഞാല് അയാൾ അതിന്റേതായ രീതിയിൽ കേസ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് അയാൾക്കൊരു ലൈഫ് വേണ്ടാന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും. ചെയ്തേക്കാം. ജസ്റ്റ് ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പേരെന്താ? ആ, ജിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണലി എക്സ്റ്റേണലി ഡോമിനന്റ് ആണ്. ഓക്കെ, ഒരു ക്യാരക്ടർ. പേര് ആയിഷ. ആയിഷ ആണെങ്കിൽ എക്സ്റ്റേണൽ ഡോമിനന്റും ഇന്റേണൽ വീക്കും ആണ്. അത് ജസ്റ്റ് പേരെന്താ? ആതിര. ആതിരയും ഇന്റേണലും എക്സ്റ്റേണലും ഡോമിനന്റ് ആണ്. ഓക്കെ. ആര്യലക്ഷ്മി ആണെങ്കിൽ ഇന്റേണലി എക്സ്റ്റേണലി വീക്കാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ജസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണലി ഇന്റേണലി അവർക്ക് ആ മെന്റൽ സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവര് പെട്ടെന്ന് പറഞ്ഞ മാതിരി തന്നെ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് എങ്ങനെയെങ്കിലും നശിപ്പിച്ചാൽ മതി. ഒരു ഇന്റേണലും എക്സ്റ്റേണലും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫീമെയില് ഒരിക്കലും അതല്ല. അവന്റെ മുന്നിൽ ഞാൻ ജയിച്ചു കാണിക്കുന്നേ കാണിക്കുള്ളൂ, അത് എക്സ്റ്റേണൽ ഡോമിനന്റ് ആയാലും. പക്ഷെ ഇന്റേണലും എക്സ്റ്റേണലും വീക്ക് ആയിട്ടുള്ള ഒരാളാവുമ്പോൾ എക്സാക്ട്ലി അവരെന്തു പോകും, അവർ മെന്റലി കൊളാപ്സ് ആവും. ഇനി എൻ്റെ ജീവിതം തീർന്നോന്ന് വിചാരിക്കും. അവളും അങ്ങനെയല്ലല്ലോ, അവള് ഭയങ്കര പാവാ. ഇതൊക്കെ ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് ചേഞ്ച് ആവുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരാനുള്ള മെയിൻ റീസണും അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ആൾക്കാരെ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എങ്ങനെയെങ്കിലും സ്പോയിൽ ചെയ്താൽ മതി എന്നുള്ളൊരു തോട്ടായിരിക്കും ഈ പറഞ്ഞ മാതിരി അങ്ങനെയുള്ള ഒരാൾക്ക് വരിക എന്ന് പറഞ്ഞാൽ അവരെ ജീവിതം കളഞ്ഞിട്ട്. അത് എക്സാക്ട്ലി അതെന്തായിരിക്കും, വലിയൊരു ഫൂളിഷ്നെസ്സാ. എന്താ പറയാ, അത്രയും മൈൻഡിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവുന്നു. അതെ. എക്സാക്ട്ലി. മൈൻഡിനെ എത്ര എഫക്ട്. ആ ഒരു സ്നേഹത്തിന് മുന്നേ തോറ്റു പോവുകയാണ്. അങ്ങനെ ഇമോഷണലി സൂയിസൈഡ് ചെയ്യാന്ന് ഇനി ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് പേരെന്താ? ഫാത്തിമേന്റെ ഭാഗത്തുനിന്ന് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അവരവരുടെ ആ ഒരു എന്താ പറയാ ഫീലിംഗ്. മൈൻഡ് ഫീലിംഗ് എല്ലാം അതനുസരിച്ചിരിക്കും. അപ്പൊ സൂയിസൈഡ് ചെയ്യേണ്ടവർ സൂയിസൈഡ് ചെയ്തോട്ടെ എന്നാണോ പറയുന്നത്? അങ്ങനല്ല, ചെയ്തോട്ടെ എന്ന് ഞാൻ ഒരിക്കലും പറയൂല. ആ ടൈമിലുള്ള അവര് മരിക്കാം ചിലപ്പോ ഈ പറഞ്ഞ മാതിരിയുള്ള ആ ഒരു സൂയിസൈഡൽ കൺസെപ്റ്റ് അല്ലേ. അതുകൊണ്ട് ആർക്കാ നഷ്ടം അല്ലെ? റിലേഷൻഷിപ്പ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ തിങ് ആണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല. അത് എല്ലാവരെയും പോലെ എല്ലാ പലരും അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഡോക്ടർ കമൽ മാധവ്. ഞാൻ ഒരു മൈൻഡ് ബേസ് ചെയ്തിട്ട് ഹെയർ ലോസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മളെ മൈൻഡ് എവിടെ ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ മുടിയിലും ഫേസിലും കാണാൻ പറ്റും. ഓക്കെ. നമ്മളെ ഉള്ളിൽ നമ്മൾ ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഹാപ്പി ഇൻസൈഡ്, അൾട്ടിമേറ്റ്ലി അത് മുടി കൊഴിച്ച് ശരീരം കാണിച്ചു തരും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പം എക്സ്റ്റേണലും ഇന്റേണലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രണ്ടുപേരും എക്സ്റ്റേണൽ ഡോമിനന്റും ഇന്റേണൽ വീക്കാണ്. അതിൽ കുറച്ചും കൂടെ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇയാളാണെങ്കിലും കുറച്ചും കൂടെ സ്ട്രോങ് ആരാണ്? പേരെന്തായിരുന്നു? ഇബിത്തിയാണ് കുറച്ചും കൂടെ സ്ട്രോങ്. പക്ഷെ ഭയങ്കര ആക്റ്റീവ് ഹൈപ്പർ ആക്റ്റീവ്നെസ് ആർക്കായിരിക്കും? ഫാത്തിമയ്ക്കായിരിക്കും. ഓക്കെ. അപ്പം ഇത് ഇപ്പൊ നിങ്ങളെ മൈൻഡ് കൺസെപ്റ്റ് ഉള്ള ഒരാള് ഒരു 99% സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത ഇല്ല. ഓക്കെ. നിങ്ങളെ മൈൻഡ് കൺസെപ്റ്റ് ഉള്ള ഒരാൾ എപ്പോഴും എന്തേ ചെയ്യുള്ളൂ, ഐ ഷുഡ് സർവൈവ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ള ഒരുത്തനെ ഞാൻ കെട്ടി അവന്റെ മുന്നിൽ കൂടെ തന്നെ നടക്കും എന്നുള്ള ഒരു തോന്നലാണ് നിങ്ങൾ രണ്ടുപേരും. അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ? പറയാൻ പറ്റില്ല. ഇബിത്തിയുടെ കേസിൽ എങ്ങനെയായിരിക്കും? അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ആക്ച്വലി? അതെ, അല്ല അങ്ങനെ കോമ്പറ്റേറ്റീവ് ആയിട്ട് ചിന്തിക്കില്ലായിരുന്നു.
നമ്മള് എന്താണോ നമ്മള് ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കുറെ റീസൺസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് ക്യാരക്ടർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രണ്ടുപേരും സിമിലർ ക്യാരക്ടർ, നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും റെഡിയാവും. അത് ഒരാള് ഇന്റേണലി വീക്കാണ്. ഇനി രണ്ടുപേരും ഡോമിനന്റ് ആണ്, അവിടെയാണ് റിലേഷൻഷിപ്പ് ഫെയിലിയർ വരുന്നത്. ഇപ്പൊ മേ ബി ഇവരെ കേസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഇനീഷ്യൽ ഫേസിലൊക്കെ അവര് ഭയങ്കര ഇനീഷ്യൽ ഫേസിലൊക്കെ അവർ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് തീരെ കുറഞ്ഞു വരും. അവിടെയാണ് ബ്രേക്കപ്സ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്സ് ഉണ്ടാവുന്നത് അണ്ടർസ്റ്റാൻഡിങ് പ്യൂർലി കുറയുന്ന സിറ്റുവേഷനിലാണ്. അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആരും എന്ത് പോയത് നേരെ പോയി സൂയിസൈഡ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. റിലേഷൻഷിപ്പ് ഇനിയും വരും, ലൈഫ് ഇനിയും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളിങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞിട്ട് വല്ലാത്തൊരു എക്സ്ട്രീംലി നമ്മൾ പോയി മരിക്കുക എന്ന് പറഞ്ഞാല് എന്താ ഏജ് എത്രയാണ്? 23. എന്താ ചെയ്യുന്നത്? ഇപ്പോ ക്യാബിൻ ക്രൂ ആയിട്ട് കിട്ടിയപ്പോ നാളെ പോവാണ്. ഓക്കെ, ഇനി പല പല രാജ്യങ്ങളിലേക്ക് പാറേണ്ട ആളാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളെ ലൈഫിൽ ഇഷ്ടംപോലെ ഫെയിലിയേഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ സക്സസും ഉണ്ടാവും. ഫെയിലിയേഴ്സിനെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് എടുത്തിട്ട് തന്നെ നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും ഓവർകം ചെയ്താലേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു. ഓക്കെ, താങ്ക് യു.